റിസോർട്ട് വിവാദത്തിൽ CPM നേതാവ് EP ജയരാജനെതിരായ ആരോപണം തുടർന്ന് P ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച പരാതിയിൽ എന്താണ് നടപടിയെന്ന ചോദ്യം കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലും പ്രശ്നം P ജയരാജൻ ഉന്നയിച്ചിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ആരോപണങ്ങളിലാണ് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടിൻഡുദാസ് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻഡു, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക 2022 സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതി യോഗങ്ങളിലും ഒക്കെ P ജയരാജനെതിരായിട്ടുള്ള ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ P ജയരാജൻ ഉന്നയിച്ചിരുന്നു. അത് പാർട്ടിയിൽ പരാതിയായി തന്നെ നൽകിയിരുന്നു. പക്ഷേ ഒരു വർഷങ്ങൾ പിന്നിടുമ്പോഴും അതിൽ നടപടിയൊന്നും ഉണ്ടാക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും ഈ കാര്യങ്ങൾ ചർച്ചയാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ എന്ത് മറുപടി നൽകി എന്നാണ്, അല്ലെങ്കിൽ എന്ത് നടപടിയെടുത്തു എന്നാണ് P ജയരാജൻ സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതിയിൽ ചോദ്യമായി ഉന്നയിച്ചത്. കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലും പ്രശ്നം P ജയരാജൻ ഉന്നയിച്ചിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം ആരോപണങ്ങളായിരുന്നു ഈ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, കണ്ണൂരിലെ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നത് കേരളത്തെ ഞെട്ടിച്ച വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. അതിനുശേഷം ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പിന്നീട് മറ്റ് പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച, അങ്ങനെയുള്ള വിവാദങ്ങളിലൊക്കെ EP ജയരാജനെ പാർട്ടി തഴയുന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. EP ജയരാജനെ സംസ്ഥാന സമിതിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, തരം താഴ്ത്തുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും P ജയരാജൻ ഈ വാദവുമായിട്ട് രംഗത്ത് വരികയാണ്. ഇത്തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് EP ജയരാജന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഒരു നടപടി വേണമെന്ന്, അല്ലെങ്കിൽ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അത് കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യാത്തതും നടപടി സ്വീകരിക്കാത്തതും എന്നാണ് പാർട്ടി സെക്രട്ടറിയോട് തന്നെ സംസ്ഥാന സമിതി യോഗത്തിൽ അത് ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. പാർട്ടി സെക്രട്ടറി മറ്റു കാരണങ്ങളാൽ വൈകിപ്പോയി എങ്കിലും ഉന്നയിച്ച വിവാദങ്ങൾ, അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള വിവാദങ്ങൾ, അന്വേഷണങ്ങൾ ഉണ്ടായിരിക്കും. അത് എത്ര വൈകിയാണെങ്കിലും പാർട്ടി എന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, MV ഗോവിന്ദനും EP ജയരാജനുമായിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള തർക്കങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം പാർട്ടിക്കകത്ത് ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ, ഉൾപാർട്ടി രാഷ്ട്രീയമായിട്ടാണോ വീണ്ടും ഈ വിവാദങ്ങൾ ചൂടുപിടിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് P ജയരാജൻ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണമില്ലേ, അതിലും അന്വേഷണങ്ങൾ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദേവിക. ശരി ടിൻഡു.